പദ്ധതികളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ നിരവധി ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് ഇടുക്കി തങ്കമണി സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഹ്യ ഉൽപ്പന്നങ്ങളുടെ വിവിധ ഫാക്ടറികളുടെ സമുച്ചയങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സഹ്യയുടെ രണ്ടാം ഘട്ട വികസനമാണ് നടന്നത്. രണ്ടായിരത്തി 2017 സഹ്യ ടീ ഫാക്ടറി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. പ്രദേശത്തെ ഇടത്തരം തേയില കർഷകർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഈ പദ്ധതി. ബാലാരിഷ്ടതകൾക്ക് ശേഷം 3 വർഷത്തിനുള്ളിൽ ഈ പദ്ധതി ലാഭത്തിലെത്തിക്കാൻ ബാങ്കിനായി. അമേരിക്കയിലും ഗൾഫ് നാടുകളിലുമടക്കം മാർക്കറ്റ് കണ്ടെത്താൻ സഹ്യ ടീക്ക് കഴിഞ്ഞു. ഇപ്പോൾ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലായി 132 ജീവനക്കാരാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്ഥാപനത്തിൽ കൂടിയാകുമ്പോൾ 132 ജീവനക്കാരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇതിൻ്റെ മൂന്നാം ഘട്ട വികസനത്തിനുള്ള പദ്ധതികളും ഇപ്പോൾ തന്നെ ബാങ്ക് ഭരണസമിതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പാണ്ടിപ്പാറയിൽ 3.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അവിടെ ധാന്യപ്പൊടി യൂണിറ്റ്, കറി മസാല യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം. സഹ്യ ഉൽപ്പന്നങ്ങളുടെ രണ്ടാം ഘട്ട വികസനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സഹ്യ ഫുഡ്സ് ആൻഡ് സ്പൈസസ്, സഹ്യ ഡ്രൈ ഫുഡ്സ് യൂണിറ്റ്, സഹ്യ കോഫി പൗഡർ നിർമ്മാണ യൂണിറ്റ്, അത്യാധുനിക ടീ ബ്ലെൻഡിംഗ് യൂണിറ്റ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. രണ്ടായിരത്തി 2017 ആരംഭിച്ച തേയില ഫാക്ടറി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആർജിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ച് നമ്മൾ കേട്ടത്. ഇന്ന് ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങൾ നൂതനമായ സംരംഭം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ സംരംഭത്തിന് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റ് ഈ സംരംഭത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. 5.61 കോടി രൂപയാണ് പദ്ധതികളുടെ ആകെ ചെലവ്. 130 കോടി രൂപ പ്രവർത്തന മൂലധനവും 105 കോടി രൂപ വായ്പയുമുള്ള തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് നൂതന പദ്ധതികൾ ഏറ്റെടുക്കുന്നതിലും അവ വിജയകരമായി നടപ്പാക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.